Hi all, hope everyone is fine today. So നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പേപ്പർ ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ, റൈറ്റ്? അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മേജർ ആയിട്ടുള്ള കുറച്ച് ടേംസുകളും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്ന ഒരു 18ഓളം യൂണിറ്റുകളുണ്ട്. അതിന്റെ വളരെ ബേസിക് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ നമ്മുടെ പേപ്പറിന്റെ ടൈറ്റിൽ ബിസിനസ് ഓർഗനൈസേഷൻ, റൈറ്റ്? സോ എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ? അത് നമുക്കൊരു ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടേം ആണ്. ബട്ട് ഈവൻ ദോ നമുക്കത് ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിഫൈൻ ചെയ്യാം. എന്താണ് ബിസിനസ്, എന്താണ് ഓർഗനൈസേഷൻ? ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അവരൊരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്. അവർക്കൊക്കെ എന്തുണ്ടാവും, ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവും, അവരൊരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്. അവർക്കൊക്കെ എന്തുണ്ടാവും, ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഇനി ബിസിനസ് എന്ന് പറയുന്നത് ഒരു കംപ്രഹെൻസീവ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിനാണ് നമ്മൾ എന്ത് പറയാ, ബിസിനസ് എന്ന് പറയാം. സോ ഇൻ ഷോർട്ട്, ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്. അത് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും? ബിസിനസ് ആക്ടിവിറ്റീസ്, അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവാം, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവാം, അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ടാവും, ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷനും അല്ലെങ്കിൽ ഇത്ര അങ്ങനെ ഒരുപാട് അതിന് മേജർ ആയിട്ടുള്ള ഒരുപാട് അവരുടെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതാണ് വളരെ ബേസിക് ആയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ബിസിനസ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്, അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ടാവും, ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അതാണ് ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ പേപ്പറിന്റെ ടൈറ്റിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ. ഓക്കെ, സോ ഇനി ബിസിനസ് ഓർഗനൈസേഷനിൽ മേജർ ആയിട്ട് വരുന്ന ഒരു 5 ബ്ലോക്കുകൾ ഉണ്ട്. അത് ബ്ലോക്ക് 1 വരുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന്റെ വളരെ ബേസിക് ആയിട്ട് കുറച്ച് കോൺസെപ്റ്റുകളും അതിന് ഡിഫറെന്റ് ഫോംസുകളും. ഓക്കെ, പിന്നെ ബ്ലോക്ക് 2 വരുന്നത് ഫൈനാൻസിങ് ഓഫ് ബിസിനസ് ആണ്. അതായത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് ഫൈനാൻസ്. അതിന്റെ ഒരുപാട് വശങ്ങൾ നമ്മൾ ബ്ലോക്ക് 2 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ബ്ലോക്ക് 3 വരുന്നത് എന്താണ്, മാർക്കറ്റിംഗ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് അതിന്റെ എൻഡ് കൺസ്യൂമറിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് അവരുടെ അറ്റൻഷൻ സീക്കാനും വേണ്ടിയിട്ട് കമ്പനീസ് ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവും. അതിനാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുക. അതിന്റെ ഒരുപാട് വശങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ബ്ലോക്ക് 3 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ബ്ലോക്ക് 4 വരുന്നത് ബിസിനസ് സർവീസസ് ആണ്. അതായത് ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സർവീസുകൾ ഉണ്ട്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡിഫറെന്റ് ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പണം കൊടുത്താൽ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള സാധനം, അതായത് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്മെല് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു സാധനമായിരിക്കും ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സർവീസസ് എന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് ഫീൽ ലൈക്ക് അതിനൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് മാത്രമേ അതിലുണ്ടാവും. അതായത് ഇപ്പം 8,000 റുപ്പീസ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് അതിനൊരു ഫിസിക്കൽ പ്രൊഡക്റ്റ് വാങ്ങിക്കാം, റൈറ്റ്? നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇനി അതേ 8,000 റുപ്പീസിന് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കാശ്മീരിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തിരിച്ചു കിട്ടുന്നില്ല, റൈറ്റ്? അവിടെ നിങ്ങൾക്ക് പക്ഷെ നിങ്ങളെ ഒരു 8,000 റുപ്പീസിന് അവിടെ എന്തോ ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ അതാണ് നമ്മൾ എന്ത് പറയാ, സർവീസസ് എന്ന് പറയാം. സോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സർവീസുകളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ബ്ലോക്ക് 4 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ബ്ലോക്ക് 5 വരുന്നത് ഗവൺമെന്റ് ആൻഡ് ബിസിനസ് ആണ്. അതായത് ഗവൺമെന്റ് എങ്ങനെയാണ് ബിസിനസ് ഇൻവോൾവ് ആവുന്നത്, ബിസിനസ് എങ്ങനെയാണ് ഗവൺമെന്റിൽ ഇൻവോൾവ് ആവുന്നത്, ഇവർ തമ്മിലുള്ള ഒരുപാട് കണക്ഷൻസും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, ഇന്റർനാഷണൽ ട്രേഡ്, അതിൽ ഒരുപാട് മേജർ ആയിട്ടുള്ള ഒരുപാട് ടേംസുകൾ. സോ അതൊക്കെ ബ്ലോക്ക് 5. സോ ഇതാണ് നമ്മൾ ബ്ലോക്ക് 1, 2, 3, 4, 5 വരുന്ന മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ഇതിന്റെയൊക്കെ യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. ബ്ലോക്ക് 1 വരുന്നത് ടോട്ടൽ 4 യൂണിറ്റുകളാണ്. അതിൽ 2ഉം 3ഉം ലൈക്ക് അത് ഒറ്റ യൂണിറ്റ് ആണ്, പക്ഷെ അതൊരു ഈസി അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ടിയിട്ട് നമ്മൾ 2 യൂണിറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ യൂണിറ്റ് 1 വരുന്നത് നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് ആണ്. അതായത് ബിസിനസിന്റെ നാച്ചർ. ഓക്കെ, പിന്നെ അതിൽ ഒരുപാട് വരുന്ന അതിന്റെ ഒരുപാട് സ്കോപ്പുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ യൂണിറ്റ് 2, യൂണിറ്റ് 3 വരുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു ഫോം അല്ല, അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഓരോ ഓർഗനൈസേഷന്റെ നീഡിനനുസരിച്ച് എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ മാറിക്കൊണ്ടിരിക്കും. സോ അതിനെപ്പറ്റി നമ്മൾ യൂണിറ്റ് 2 നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ യൂണിറ്റ് 4 വരുന്നത് ബിസിനസ് പ്രൊമോഷൻ ആണ്. ഓക്കെ, പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുക, പെട്ടെന്ന് മൈൻഡിലേക്ക് പെട്ടെന്ന് ഓടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് കൊമേഴ്സ്, എന്താണ് ബിസിനസ്, എന്താണ് മാർക്കറ്റിംഗ്, എന്താണ് പ്രൊമോഷൻ.
സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടേമുകളൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക, അത് ഒരു ഈ വിഷയം പഠിക്കുന്നത് കൊണ്ട് എന്നല്ല, കോമൺ ആയിട്ട് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളാണ് ഇതൊക്കെ. സോ ബിസിനസ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു പ്രൊഡ്യൂസർ അയാളുടെ മുന്നിലേക്ക് ഒരു 100 കൺസ്യൂമർ ഉണ്ടാവും. കാരണം അയാളെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ചാൻസ് 100 കൺസ്യൂമർ ഉണ്ടാവും. ഈ 100 കൺസ്യൂമറിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ എന്ത് പറയാം, അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതിനെയാണ് നമ്മൾ എന്താ പറയാ, ബിസിനസ് പ്രൊമോ. ഓക്കെ, സോ അതിനെ പറ്റി നമ്മൾ കൂടുതൽ ആ ഒരു യൂണിറ്റ് 4 നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി ഇതിന്റെയൊക്കെ ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവാം. യൂണിറ്റ് 1 എന്തൊക്കെയാണ്, 2 3 എന്തൊക്കെയാണ്, 4 എന്തൊക്കെയാണ്. ഓക്കെ, യൂണിറ്റിൽ 1 വരുന്നത് എന്താണ് ബിസിനസ്. നേരത്തെ ഞാൻ പറഞ്ഞു, ബിസിനസിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി എന്താണ് ഇൻഡസ്ട്രി. സി, ഇൻഡസ്ട്രി വളരെ ഷോർട്ട് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് കാർ അങ്ങനെ വെഹിക്കിൾസ് ഒക്കെ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ ആരൊക്കെ ഉണ്ടാവും, ഫോർഡ് ഉണ്ടാവും, പിന്നെ നിസാൻ ഉണ്ടാവും, ടൊയോട്ട ഉണ്ടാവും, ഹോണ്ട ഉണ്ടാവും, അങ്ങനെ ഒരുപാട് എന്താണ് കാർ മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ടാവും. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എന്താണ്, ഒരു ഓർഗനൈസേഷൻ നമ്മൾ എന്ത് പറയാം, ഇൻഡസ്ട്രി എന്ന് പറയാം. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി ഉണ്ട്. ഓക്കെ, ഇനി കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കുക. കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അവിടെ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞോട്ടോ, ഇങ്ങനെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ് ഒരു 100 യൂണിറ്റ്, അവിടെ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പോയിന്റ് അവിടെ വെക്കുക. ഇനി അതൊക്കെ വാങ്ങിക്കുന്ന ഒരു എൻഡ് കൺസ്യൂമർ ഉണ്ടാവും, അവിടെയും ഒരു പോയിന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഈ 2 പോയിന്റുകളുടെ ഇടയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനാണ് നമ്മൾ എന്ത് പറയാം, കൊമേഴ്സ് എന്ന് പറയാം. യു ഗെറ്റ് മീ പോയിന്റ്, റൈറ്റ്? സോ ഇത് 3 ഇതിൽ മേജർ ആയിട്ട് നിങ്ങൾ ഇതിന്റെ ഒരുപാട് വശങ്ങളുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇതാണ് യൂണിറ്റ് 1 നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇനി യൂണിറ്റ് 2 വരുന്നത് ഡിഫറെന്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അതായത് ബിസിനസ് ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞു, ഒരു സ്ട്രക്ചർഡ്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറുള്ള ഒരു കൈൻഡ് ഓഫ് ഇതല്ല, ഒരു ആക്ടിവിറ്റീസ് അല്ല. അതിന് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, അതില് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ആ പേരിൽ തന്നെ മനസ്സിലാവണം, സോൾ ഒറ്റക്കുള്ള ഒരു വൺ മാൻ ഷോ ആണ്. ഇപ്പൊ ഞാൻ ഒരു കമ്പനി തുടങ്ങാൻ, ഓക്കെ, അതിന്റെ പ്രോഫിറ്റ്, അതിന്റെ ലോസ്, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാത്രം സാക്രിഫൈസ് ചെയ്യാണെന്ന്, അതിനാണെന്ന് പറയാം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ, ആ പേരിലുണ്ട് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് അറിയാലോ, 2 അതിലധികമോ ആളുകളുണ്ട്. ഓക്കെ, ആ ബിസിനസിന്റെ പ്രോഫിറ്റും ലോസും കാര്യങ്ങളും ആക്ടിവിറ്റി ഓർഗനൈസ് ചെയ്യാനും അതിന്റെ A to Z കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു 2-2-അധികമോ ആളുകൾ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയാം, പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. ഇനി 3-ാമത്തെ ഒരു പോയിന്റ്, കമ്പനി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരേണ്ടത് വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്. ഇപ്പൊ ആപ്പിൾ, ആമസോൺ. സി, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇത് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരിക്കും. മേ ബി സ്റ്റാർട്ടിങ്ങിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരിക്കും, പക്ഷെ ഈ ഒരു സമയത്ത് അത് ഒറ്റൊരാളെ കൊണ്ട് നടത്താൻ സാധിക്കും. പാർട്ട്ണർഷിപ്പ് ആയിരിക്കും, അല്ല, അതിന്റെ ഒരു നെറ്റ് അസറ്റ് വേർത്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പാർട്ട്ണർഷിപ്പ് ആകാനുള്ള ചാൻസും ഇല്ല. അപ്പൊ എന്തായിരിക്കും, അവരുടെ ബിസിനസ് ഒക്കെ ഏത് രീതിയിലായിരിക്കും ഫണ്ട് റേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഓണേഴ്സ് ആരൊക്കെ ആയിരിക്കും ഒരു ചോദ്യം ഉണ്ടാവല്ലോ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കമ്പനി എന്ന് പറയുമ്പോൾ അവര് നോർമൽ ആയിട്ടുള്ള പൊതുജനങ്ങളിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് അവർ എന്ത് ചെയ്യുക, ബിസിനസ് റൺ ചെയ്യുക. അവരെ നമ്മൾ കുറച്ചും കൂടി ഫോർമൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. ഓക്കെ, സോ അങ്ങനെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് ഫോം ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനാണ് നമ്മൾ എന്ത് പറയാ, കമ്പനി എന്ന് പറയാം. മൾട്ടിനാഷണൽ കമ്പനീസും അങ്ങനെ വലിയ ക്യാപിറ്റൽ വേണ്ടുന്ന, അതായത് ഒരുപാട് പണം ആവശ്യമുള്ള കമ്പനീസ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വേണ്ടി വരും, പൊതുജനങ്ങളുടെ പൈസ ആവശ്യമാണ് ബിസിനസ് റൺ ചെയ്യാൻ, അല്ലെ, സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ആളുകളുടെ പണം ആവശ്യമാണ്. അവരെ നമ്മൾ എന്ത് പറയാ, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. പിന്നെ അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ്, അതൊക്കെ നമ്മൾ ആ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ അതാണ് കമ്പനി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ. ഓക്കെ, അത് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഫസ്റ്റ് വരേണ്ട ഒരു എക്സാമ്പിൾ എന്താ അറിയോ, കേരള ദിനേശ് ബിഡിയൊക്കെ വരിക. കാരണം അതൊക്കെ വളരെ ബേസിക് എക്സാമ്പിൾ ആണ്. കാരണം എന്താ അറിയോ, അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടെയുള്ള ജോലിക്കാർ അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സിന്റെ വെൽഫെയർ ആയിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യും. അവരുടെ മെമ്പേഴ്സിന്റെ വെൽഫെയർ, അവർക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യാം. ഡെഫിനറ്റ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുക അതിലെ മെമ്പേഴ്സിന്റെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരിക. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരള ദിനേശ് ബിഡി. ഇനി വേറൊരു എക്സാമ്പിൾ ഉണ്ട്, അതാണ് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ന് മൾട്ടിനാഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അമുൽ ഇന്ത്യ. ഓക്കെ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് 1946 ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു പാലുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കർഷകരുടെ
അവരുടെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു കമ്പനി ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു അമൂൽ എന്ന് പറയുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. പക്ഷെ ഇന്ന് കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു 55,000 ക്രോർസിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. വലിയ മൾട്ടിനാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സോ ഇതൊക്കെയാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഐഡിയൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എങ്ങനെയാണ് ഒരു ഐഡിയൽ അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെയാണ്, അതിന്റെ ഒരുപാട് വശങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പോയിന്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ വരുന്നത് ക്രൈറ്റീരിയ ഫോർ ചൂസിങ് ഓഫ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ചൂസ് ചെയ്യേണ്ട മേജർ ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, അത് ഏത് രീതിയിൽ ചൂസ് ചെയ്യണം, നിങ്ങളെ സൈസ് എത്രയാണ്, സ്മോൾ ആണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ മതി, മീഡിയം ആണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ മതി, ലാർജ് ആണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വേണ്ടി വരും, അതിന്റെ ക്യാപിറ്റൽ അനുസരിച്ചിട്ട് ഒരുപാട് മെഷീൻസ് ആവശ്യമുണ്ടോ, എന്നാൽ അത് ആ ഒരു മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ ഈ ഒരു ഫോമിൽ ക്രിയേറ്റ് ചെയ്യാം. ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നതാണ് യൂണിറ്റ് 4 ആയിട്ടുള്ള ബിസിനസ് പ്രൊമോഷൻ. ഓക്കെ, എന്താണ് ഓൺട്രപ്രണർഷിപ്പ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയാം. വളരെ ബേസിക് ആയിട്ട് ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, നമ്മൾ ഇരുന്നിട്ട് ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യും നമ്മുടെ മൈൻഡിൽ. എന്നിട്ട് അതെന്ത് ചെയ്യും, ഒരു സ്ട്രക്ചറാണ്, അതിനെ എക്സിക്യൂട്ട് ചെയ്യും. അവരാണ് നമ്മൾ എന്ത് പറയാം, ഓൺട്രപ്രണേഴ്സ്. അല്ലെങ്കിൽ അതിനെ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയാം, ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയാം. നമ്മുടെ കേരളത്തിലുള്ള ഫേമസ് ആയിട്ടൊരു ഓൺട്രപ്രണർ ആണ് മെരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ആളുകൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും മേ ബി. തേങ്ങ എന്നാണ് ആ ഒരു അവരുടെ ഒരു പിന്നെ ബിസിനസിന്റെ ആ ഒരു സെറ്റപ്പിന്റെ പേര് വരുന്നത്. അവര് ഒന്നുമില്ല, നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, അതിൽ നിന്നുണ്ടാക്കുന്ന ഒരുപാട് ഹോം ഡെക്കേഴ്സ്, അത് ആദ്യം തന്നെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ വിൽപ്പന നടത്തി. ഇന്ന് അവര് എക്സ്പോർട്ടാണ്. ഡെൻമാർക്ക്, ഫ്രഞ്ച്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു ഓൺട്രപ്രണർ ആയിട്ട് ഈ പറഞ്ഞ മിരിയ എന്ന് പറഞ്ഞ പെൺകുട്ടി മാറി. സോ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വെറുതെ വീട്ടിൽ പുറത്തിറങ്ങി ഒരു തെങ്ങ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തുണ്ടാവും, ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഉണ്ടാവും അല്ലെ. സോ അതുപോലെ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ഒരു ബിസിനസ് ഐഡിയ ജനറേറ്റ് ചെയ്ത് അതിനെ ഒരു സ്ട്രക്ചർ ആക്കി അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഓൺട്രപ്രണർഷിപ്പ്. സോ അതിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ വരുന്നത് പ്രൊമോഷൻ നേരത്തെ പറഞ്ഞു. പ്രൊഡ്യൂസർ അവരുടെ കൺസ്യൂമറിലേക്ക് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ, അതിനാണ് നമ്മൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. ഓക്കെ, അവരിലേക്ക് അറ്റൻഷൻ സീക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സും നടത്തും. അതിനെ നമ്മൾ എന്ത് പറയാം, പ്രൊമോഷൻ എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷനിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊമോഷനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, യൂണിറ്റ് 4 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ ബ്ലോക്ക് 2, നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് 2 ആണ് ഫൈനാൻസിങ് ഓഫ് ബിസിനസ് ആണ്. ഓക്കെ, വളരെ ഈ പണവുമായിട്ട് അല്ലെങ്കിൽ ഈ ബിസിനസ് എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ട് ആളുകൾക്ക് കുറച്ചും കൂടി വളരെ എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ബ്ലോക്കാണ് ഈ ഒരു ഫിനാൻസിങ് ഓഫ് ബിസിനസ് എന്നുള്ള ബ്ലോക്ക്. സോ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക ബിസിനസിന്റെ ഒരു ഫൈനാൻസ് പരമായിട്ടുള്ള വിഷയങ്ങളെ പറ്റി. അതാണ് യൂണിറ്റ് 5 വരുന്നത്, മെത്തേഡ് ഓഫ് റൈസിങ് ഫൈനാൻസ്. ഒരു കമ്പനിക്ക് ഏതൊക്കെ രീതിയിൽ അവരുടെ ഫണ്ട് റേസ് ചെയ്യാം, ഒരുപാട് ഡെപ്റ്റ്, ഇക്വിറ്റി, അങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ നിന്നൊക്കെ ഏതൊക്കെ മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് റേസ് ചെയ്യാം. പിന്നെ യൂണിറ്റ് 6 വരുന്നത് സോഴ്സ് ഓഫ് ലോങ് ടേം ഫൈനാൻസ് ആൻഡ് അണ്ടർടേക്കിംഗ്. അതായത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫൈനാൻസ് ഉണ്ടാവില്ല. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തേക്ക് ആവശ്യമുള്ള പണം ഉണ്ടാവും. പിന്നെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം ആവശ്യമുണ്ടാവും. ഈ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണത്തിന് നമ്മൾ ബിസിനസിന്റെ ഒരു പേര് പറയും, എന്താ പറയുക, വർക്കിംഗ് ക്യാപിറ്റൽ പറയും. ഡേ ടു ഡേ എക്സ്പെൻസ് സീക്കാനും വേണ്ടിയിട്ടുള്ള പണം ആവശ്യം. സോ അതിനുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ്, ലോങ് ടേം ഫൈനാൻസിന് വേണ്ടിയിട്ടുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെ നമുക്ക് കണ്ടു ചെന്ന് കാര്യങ്ങൾ സംസാരിച്ച് പണം നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ യൂണിറ്റ് 6 നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ യൂണിറ്റ് 7 വരുന്നതാണ് എന്ത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഓക്കെ, സോ അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റാണ്. ഓക്കെ, മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താ അറിയോ, മാർക്കറ്റും പെട്ടെന്ന് ഓടേണ്ട കുറച്ച് ഡെഫിനേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞത് ബിസിനസ് മനസ്സിലാവണം, കൊമേഴ്സ് എന്താണെന്ന് മനസ്സിലാവണം, പ്രൊമോഷൻ എന്താണെന്ന് മനസ്സിലാവണം. ഇനി പിന്നെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ബയ്യറും ഒരു സെല്ലറും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവർ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയാം, മാർക്കറ്റ് എന്ന് പറയാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റാണ്. അവിടെ ബയ്യർ ഉണ്ടാവും, സെല്ലർ ഉണ്ടാവും. അവരുടെ ബയ്യർ എന്ത് ചെയ്യും, സെല്ലർ എന്നുണ്ടാവും, അവരുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വിൽക്കേണ്ടി വരും. ബയ്യർക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റോക്കും ബോൺസ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ETFs ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും, അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അതിന്റെ ഒരുപാട് സ്ട്രക്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, യൂണിറ്റ് 7 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡിഫൈൻ ചെയ്യും. സോ
മെത്തേഡ് ഓഫ് റേസിംഗ് ഫൈനാൻസ് യൂണിറ്റ് 5 അതിന്റെ ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് ഫൈനാൻസ് റേസ് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഡെപ്റ്റ് ഉണ്ടാവും, ഇക്വിറ്റി ഉണ്ടാവും, നമ്മുടെ കയ്യിലുള്ള പണം ഉണ്ടാവും, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട പണം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിന്റെ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും അവിടെ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡുകൾ ഏതൊക്കെയാണ് അതും നമ്മൾ എന്ത് ചെയ്യും ആ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത് യൂണിറ്റ് 6 സോഴ്സ് ഓഫ് ലോങ് ടേം ഫൈനാൻസിങ് ആൻഡ് അണ്ടർടേക്കിംഗ്. ഓക്കെ, ഏതൊക്കെയാണ് ലോങ് ടേം ഫൈനാൻസിനുള്ള സോഴ്സ് എന്തൊക്കെയാണ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടാവും, പിന്നെ അതുപോലെ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും അല്ലെ, ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ രാജ്യത്ത് തന്നെ പല 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 ബിസിനസിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം അഗ്രികൾച്ചറൽ സെറ്റപ്പ് ആണെങ്കിൽ നബാർഡ് ഉണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ആ ഒരു മേഖലകളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എക്സിം ബാങ്ക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട്, ഈ ചെറിയ രീതിയിലുള്ള മൈക്രോ എന്റർപ്രൈസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലീസിംഗ് കമ്പനീസ്, ലീസ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ്, അതിന്റെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ പറ്റി നമ്മൾ അതിൽ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ഫോറിൻ സോഴ്സസ് അല്ലെ, ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിക്ക് അപ്പുറത്തുനിന്ന് ചിലപ്പോൾ നമ്മുടെ ബിസിനസ് വേണ്ടിയിട്ട് ഫണ്ട് തരാൻ ചാൻസ് ഉണ്ടാവും അല്ലെ, രാജ്യത്തിന്റെ പുറത്തുനിന്ന് നമ്മളെ ബിസിനസിന് വേണ്ടിയിട്ട് ഫണ്ട് തരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കിട്ടും, അതിന്റെ സോഴ്സ് എന്തൊക്കെയാണ്, അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും ഈ ഫോറിൻ സോഴ്സിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ വരുന്നത് റീറ്റേൺഡ് പ്രോഫിറ്റ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ മേജറായിട്ട് യൂണിറ്റ് 6 നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ യൂണിറ്റ് 7 നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്, വാട്ട് ഈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മെത്തേഡ് ഓഫ് ട്രേഡിംഗ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നെ ടൈപ്സ് ഓഫ് ഡീലിംഗ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വളരെ ഒരു 360 അപ്രൈസിൽ കവർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 7 എന്ന് പറയുന്നത്. സോ അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു പോകും. പിന്നെ യൂണിറ്റ് അതിൽ തന്നെ മേജർ ആയിട്ട് വരുന്ന ഒരുപാട് ഇമ്പോർട്ടന്റ് ടേംസുകളും, പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ഏതൊക്കെ രീതിയിൽ ലിസ്റ്റ് ചെയ്യാം, അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്പെക്കുലേഷൻ ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോങ് ടേം കണ്ടിട്ട് ഒരുപാട് ഷെയർസ് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. വളരെ ബേസിക് ആയിട്ട് ഡെഫിനേഷൻ ആട്ടോ ഞാൻ പറയുന്നത്. ലോങ് ടേം ആയിട്ട് കണ്ടിട്ട് നമ്മൾ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ട്രേഡ് നടത്തുമ്പോഴാണ് അതിനാണ് നമ്മൾ എന്ത് പറയാ, ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ, സ്പെക്കുലേഷൻ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഫാക്ടർ അഫക്റ്റിംഗ് പ്രൈസിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ബാധിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും ആ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരുപാട് അഡ്വാൻറ്റേജസും പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് കമ്മിങ്സ്. ഓക്കെ, ഷോർട്ട് കമ്മിങ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേണ്ട പണങ്ങൾക്കാണ് നമ്മൾ ഷോർട്ട് കമ്മിങ്സ് എന്ന് പറയാം. ഓക്കെ, ലോങ് ടേം അല്ലാണ്ട് വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫൈനാൻസിങ് നമ്മൾ എന്ത് പറയാം, ഷോർട്ട് കമ്മിങ്സ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരുപാട് റെഗുലേഷൻസ് അല്ലെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരുപാട് റെഗുലേഷൻസും പിന്നെ അതിനെ കൺട്രോളും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പിന്നെ ബ്ലോക്ക് 3 വരുന്നത് മാർക്കറ്റിംഗ്. നേരത്തെ പറഞ്ഞു അല്ലെ, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആളുകളെ നമ്മുടെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ സർവീസിലേക്ക് നമ്മളെ അവരുടെ അറ്റൻഷൻ സീക്കാൻ വേണ്ടി നടത്തുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. സോ അതിനെ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയാം. അതിലൊരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എന്ത്, അഡ്വർടൈസിങ്. റൈറ്റ്, അതാണ് യൂണിറ്റ് 8 വരുന്ന അഡ്വർടൈസിങ്, അതിന്റെ ഒരുപാട് വശങ്ങൾ. പിന്നെ അഡ്വർടൈസിങ് മീഡിയ എന്താണ്, ഏതൊക്കെ മീഡിയ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുക ആളുകളിലേക്ക് നമ്മുടെ മെസ്സേജ് എത്തിക്കുക അല്ലെങ്കിൽ അവരെ നമ്മളെ പ്രൊഡക്റ്റിനെ സർവീസിനെ പറ്റി ഒന്ന് അവെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കമ്പനീസ് യൂസ് ചെയ്യുന്ന ഒരുപാട് മീഡിയാസ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ യൂണിറ്റ് 9 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ യൂണിറ്റ് 10 വരുന്നത് ഹോം ട്രേഡ് ആൻഡ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതിനെ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ചിലപ്പം വളരെ ദൂരത്തായിരിക്കും അല്ലെ, ചിലപ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം, രാജ്യങ്ങൾക്കപ്പുറം അല്ലെ, ബൗണ്ടറീസിന് അപ്പുറമൊക്കെയുള്ള കൺസ്യൂമേഴ്സ് നമ്മളെ ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാവും. സോ അവരിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചാനൽ വേണം അല്ലെ, ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ചാനൽസ് വേണം അല്ലെ. അത് നമുക്കിപ്പം സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സും പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മളെ ഒരു റൂറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പം ഹോൾസെയിലേഴ്സ് പിന്നെ അതുപോലെ തന്നെ റീറ്റെയിലേഴ്സ് അല്ലെ, അങ്ങനെ പിന്നെ അതിന്റെ ഇടയിൽ വരുന്ന ഒരുപാട് മിഡിൽമെൻസ് ഉണ്ടാവും. സോ അവരൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു യൂണിറ്റ് 10 നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞു പോവുക. പിന്നെ യൂണിറ്റ് 11 ഈ ഹോൾസെയിലും അതുപോലെ തന്നെ റീറ്റെയിലും അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ യൂണിറ്റ് 12 വരുന്നത് പ്രൊസീജിയർ ഫോർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ്. ഓക്കെ, ഇമ്പോർട്ടിന് വേണ്ടിയിട്ടും എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് അതിന്റെ ഒരുപാട് വശങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത് ഇനി അഡ്വർടൈസിങ്. എന്താണ് അഡ്വർടൈസിങ്, ഒബ്ജക്റ്റീവ് ഓഫ് അഡ്വർടൈസിങ് എന്താണ്, അഡ്വർടൈസിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ അഡ്വർടൈസിംഗ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരുപാട് റോൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ ഒരു എഫക്റ്റീവ് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടുള്ള മേജർ ആയിട്ടുള്ള എസെൻഷ്യൽ കമ്പോണൻസ് എന്തൊക്കെയാണ്, പിന്നെ എന്താണ് പബ്ലിസിറ്റി, പിന്നെ അതുപോലെ തന്നെ ഹൗ അഡ്വർടൈസ്മെന്റ് ഡിഫർ ഫ്രം പബ്ലിസിറ്റി, എങ്ങനെയാണ് പബ്ലിസിറ്റി അഡ്വർടൈസ്മെന്റിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഫീച്ചർ റിലേറ്റഡ് ടു മെസ്സേജും പിന്നെ ഫീച്ചേഴ്സ് റിലേറ്റഡ് ടു കൺസ്യൂമർ റിയാക്റ്റും. ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. സോ അതൊക്കെ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. ഓക്കെ,
പിന്നെ വരുന്നതാണ് അഡ്വർടൈസിങ് മീഡിയാസ്. ഏതൊക്കെ ടൈപ്സ് ഓഫ് മീഡിയാസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഐഡിയൽ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മീഡിയത്തിന്റെ റിക്വസിറ്റ്സ് എന്തൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീഡിയാസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് മീഡിയ നമ്മൾ ചൂസ് ചെയ്യുക, ചോയ്സ് ഓഫ് മീഡിയ. പിന്നെ അതുപോലെ തന്നെ റോൾ ഓഫ് അഡ്വർടൈസിങ് ഏജൻസീസ്. ഓക്കെ, അഡ്വർടൈസിങ് ഏജൻസീസിന്റെ ഡിഫറെന്റ് റോൾസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് 10 വരുന്നത് ഹോം ട്രേഡ് ആൻഡ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ അതിൽ നമ്മൾ വരുന്നത് മേജർ ആയിട്ട് എന്താണ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെ രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽസിന് ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. ഒന്നുമില്ല, ചെറിയൊരു എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഇപ്പം COVID-19 വന്നു അല്ലെ. COVID-19 ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരുപാട് മേഖലകളിൽ ഒന്നാണ് എന്ത്, നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഉണ്ടല്ലോ. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ എത്തിക്കാനും വേണ്ടിയിട്ട് ഒന്ന് ഫ്ലൈറ്റ് ഇല്ല അല്ലെ, എയർലൈന് സ്റ്റക്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ സീ ബേസ് സ്റ്റക്ഡ് ആണ്. അപ്പൊ അവിടുന്ന് ഒരു പ്രൊഡക്റ്റ് ഇവിടെ എത്തിക്കാൻ സാധ്യമല്ല. ഓക്കെ, സോ അത്രത്തോളം സെൻസിറ്റീവ് ആണ് ഈ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. ഭയങ്കര സെൻസിറ്റീവ് ആണ്. ചെറിയൊരു വിഷയം വന്നാൽ തന്നെ അതൊക്കെ അത് ഡിസ്ട്രപ്റ്റഡ് ആയി പോകും. സോ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ചാനൽസിനെ ബാധിക്കുന്ന ഒരുപാട് പിന്നെ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏത് ചാനൽ ചൂസ് ചെയ്യണം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പോയിന്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ടൈപ്സ് ഓഫ് മിഡിൽ മാൻ. ഓക്കെ, നമ്മുടെ മിഡിൽ മാന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. സോ അതിനെപ്പറ്റി നമ്മൾ ആ ഒരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ റോൾ ഓഫ് മിഡിൽ മാൻ, ഒരു മിഡിൽ മാന്റെ റോൾ എന്തൊക്കെയാണ്. ഇപ്പം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലും ഹോൾസെയിലൊക്കെ അവരുടെയൊക്കെ റോൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന റോൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന്റെ മേജർ ആയിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വശങ്ങളെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്നതാണ് യൂണിറ്റ് 11 വരുന്ന ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. ഇമ്പോർട്ടൻസ് ഓഫ് ഹോൾസെയിലേഴ്സ് എന്താണ്, ടൈപ്സ് ഓഫ് ഹോൾസെയിലേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ ഫംഗ്ഷൻസ് ഓഫ് ഹോൾസെയിലർ എന്താണ്, സർവീസസ് ഓഫ് ഹോൾസെയിലർ എന്താണ്. ഇങ്ങനെ ഹോൾസെയിലറിന്റെ ഒരു 360 അപ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യും, യൂണിറ്റ് 11 നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. പിന്നെ യൂണിറ്റ് അതിൽ തന്നെ വേറെ ഒന്നാണ് നമ്മുടെ റീറ്റെയിലേഴ്സ് എന്താണ്, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ്, ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ ഫംഗ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ സർവീസസ് ഓഫ് റീറ്റെയിലേഴ്സ് എന്തൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, യൂണിറ്റ് 11 ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. പിന്നെ വരുന്നതാണ് യൂണിറ്റ് 12 പ്രൊസീജിയർ ഫോർ ഇമ്പോർട്ടന്റ് എക്സ്പോർട്ട് ട്രേഡ്. വളരെ ഈ ഇന്റർനാഷണൽ ബിസിനസ് ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് വളരെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് ഈ യൂണിറ്റ് 12 എന്ന് പറയുന്നത്. പ്രൊസീജിയർ ഫോർ ഇമ്പോർട്ടന്റ് എക്സ്പോർട്ട് ട്രേഡ്. ഓക്കെ, എന്താണ് ഫോറിൻ ട്രേഡ്? ഓക്കെ, ഇന്റർനാഷണൽ ബിസിനസ് എന്താണ്, ലൈക്ക് ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിക്ക് അപ്പുറം നടക്കുന്ന എല്ലാ അതിനാണ് നമ്മൾ എന്ത് പറയാം, അതിനെ നമ്മൾ എന്ത് പറയാം, ഫോറിൻ ട്രേഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇന്ത്യസ് ഫോറിൻ ട്രേഡ് പെർഫോമൻസ്, ഇന്ത്യന്റെ ഫോറിൻ ട്രേഡ് പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ്, അതും അതിന്റെ ഒരുപാട് ഹിസ്റ്ററി കാര്യങ്ങൾ വശങ്ങളൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ റെഗുലേഷൻസ് ഗവേണിംഗ് ഫോറിൻ ട്രേഡ്. ഓക്കെ, നമ്മുടെ ഫോറിൻ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. സോ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എക്സ്പോർട്ട് ട്രേഡ് പ്രൊസീജിയറും പിന്നെ ഇമ്പോർട്ട് ട്രേഡ് പ്രൊസീജിയറും. എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പോയിന്റിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ബ്ലോക്ക് 4 വരുന്നത് ബിസിനസ് സർവീസസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സർവീസസിൽ അസോസിയേറ്റഡ് ആയിരിക്കും. സോ അതിൽ മേജർ ആയിട്ടുള്ള ഒരുപാട് സർവീസുകൾ ഉണ്ട്. ബാങ്കിങ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, വെയർ ഹൗസിംഗ്. സോ അതിനെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യും. യൂണിറ്റ് 13 വരുന്നത് ബാങ്കിങ് ആണ്. യൂണിറ്റ് 14 വരുന്നത് ബിസിനസ് റിസ്ക് ആൻഡ് ഇൻഷുറൻസ് ആണ്. യൂണിറ്റ് 15 വരുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് വെയർ ഹൗസിംഗ് ആണ്. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ടുള്ള മേജർ ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 13 വരുന്നത് ബാങ്കിങ്ങിൽ വരുന്നത് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് ബാങ്ക്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ബാങ്കുകൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റോൾ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ റോൾ ഏതൊക്കെ രീതിയിലാണ്, സൊസൈറ്റിയിൽ എങ്ങനെയാണ്, ബിസിനസിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഗവൺമെന്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. പിന്നെ ബാങ്കർ ആൻഡ് കസ്റ്റമർ, അവർ തമ്മിലുള്ള ഒരുപാട് ബന്ധങ്ങളെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട് അല്ലെ, ഒരുപാട് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട് അല്ലെ, ലൈക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ NRI അക്കൗണ്ട് ഉണ്ട്, പിന്നെ കറണ്ട് അക്കൗണ്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. സോ അതിനെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നതാണ് മോഡ്സ് ഓഫ് മേക്കിംഗ് പേയ്മെന്റ്. ഓക്കെ, ഡിഫറെന്റ് മോഡ്സ് ഓഫ് മേക്കിംഗ് പേയ്മെന്റ് അല്ലേ. ഇപ്പം പണ്ടൊക്കെ ട്രഡീഷണൽ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി ക്യൂ നിന്ന് ഒരുപാട് പ്രോസസ്സുള്ള മേഖലയിൽ നിന്ന് മാറിയിട്ട് ഇപ്പം കറന്റ്ലി ഒരുപാട് മെത്തേഡ്സ് ഓഫ് മേക്കിംഗ് പേയ്മെന്റ് ഉണ്ട് അല്ലെ. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേയ്മെന്റ്സ് ഉണ്ട്. പിന്നെ ഈ AI ഒക്കെ വന്നതോടുകൂടി അതിന്റെയൊക്കെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അതിന്റെ അത്രത്തോളം ഗ്രോത്ത് ഉണ്ടാണ് പേയ്മെന്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ. സോ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അഡ്വാൻസസ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ വേറെ മേജർ ആയിട്ടുള്ള ഒരുപാട് ബാങ്കിങ് സർവീസുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും.
പിന്നെ വരുന്ന യൂണിറ്റ് 14 വരുന്നത് ബിസിനസ് റിസ്ക് ആൻഡ് ഇൻഷുറൻസ്. ഓക്കെ, പെർവാസീവ്നെസ് ഓഫ് റിസ്ക് ഇൻ ബിസിനസ്. ഓക്കെ, ഈ പെർവാസീവ്നെസ് എന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനെ ഒരു എല്ലാ മേഖലകളിലും ബാധിക്കുന്ന ഒരു അർത്ഥമാണ് അതിന്റെ ഒരു എക്സാക്ട് മീനിങ് വരുന്നത്. അപ്പൊ ബിസിനസിന്റെ റിസ്ക് അത് ഏതൊക്കെ മേഖലയിൽ ബാധിക്കും അതിന്റെ മേജർ ആയിട്ടുള്ള ഒരുപാട് വശങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ടൈപ്സ് ഓഫ് ബിസിനസ് റിസ്ക്, ബിസിനസ്സിൽ ഉണ്ടാകുന്ന മേജർ ആയിട്ടുള്ള ഒരുപാട് റിസ്കുകൾ ഉണ്ട്. ഓക്കെ, പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ടാവാം, ലീഗൽ റിസ്ക് ഉണ്ടാവാം, എക്കണോമിക്കൽ റിസ്ക് ഉണ്ടാവാം, എൻവയോൺമെന്റൽ റിസ്ക് ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് മേജർ ആയിട്ടുള്ള റിസ്കുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും. പിന്നെ റിസ്ക് മാനേജ്മെന്റ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇൻഷുറൻസ്, പിന്നെ അതുപോലെ തന്നെ ഇൻഷുറബിൾ റിസ്ക് ആൻഡ് നോൺ ഇൻഷുറബിൾ റിസ്ക്, അങ്ങനെ ഒരു അതിന്റെ മേജർ ആയിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ്. ഓക്കെ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ മെറൈൻ ഇൻഷുറൻസ് ഉണ്ടാവാം. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെ മേജർ ആയിട്ടുള്ള ഒരുപാട് ഇൻഷുറൻസസ് ഉണ്ട്. സോ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഭാഗത്ത് നമ്മൾ കൂടുതൽ ഡിസ്കസ്. ഇനി ട്രാൻസ്പോർട്ട് ആൻഡ് വെയർ ഹൗസിംഗ്, ട്രേഡ് ആൻഡ് ബാരിയേഴ്സ് ടു ട്രേഡ്. ഓക്കെ, എന്താണ് ട്രേഡ്? എന്താണ് ട്രേഡ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു രണ്ട് പാർട്ടീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബിസിനസ് സർവീസ് ഒക്കെ അത് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ എന്താ പറയാ ട്രേഡ് എന്ന് പറയാം. ഓക്കെ, പണം കൊടുത്ത് സാധനം വാങ്ങുന്നത് അതൊക്കെ നമുക്ക് ട്രേഡ് എന്ന് പറയും. ഓക്കെ, സോ അതുപോലെ തന്നെ ട്രേഡ് എന്താണ്, അതിന്റെ ഒരുപാട് ബാരിയേഴ്സ് ടു ട്രേഡ് എന്താണ്, ട്രേഡിനെ ബാധിക്കുന്ന മേജർ ആയിട്ടുള്ള ഒരുപാട് ബാരിയേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെ പറ്റി നമ്മൾ എന്ത് ചെയ്യും ആ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ട്രാൻസ്പോർട്ട്, എന്താണ് ട്രാൻസ്പോർട്ട്, അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു ഗുഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ് അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും ആ ഒരു പോയിന്റിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, റെയിൽ, എയർ, പിന്നെ അതുപോലെ തന്നെ സീ, അങ്ങനെ ഒരുപാട് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടുകൾ ബിസിനസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും പിന്നെ വരുന്നത് എന്താണ് ചോയ്സ് ഓഫ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ട്രാൻസ്പോർട്ടിന്റെ ഒരു മോഡ് ഏത് രീതിയിലാണ് അത് നമ്മൾ എന്ത് ചെയ്യുക അതിനെ ചോയ്സ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കണ്ടെയ്നറൈസേഷൻ. ഓക്കെ, എന്താണ് കണ്ടെയ്നറൈസേഷൻ? കണ്ടെയ്നറൈസേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അത് അതിനെ കൺസ്യൂമറിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുമല്ലോ, ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക കണ്ടെയ്നറൈസേഷൻ. അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഒരു കണ്ടെയ്നർ വഴി ആകുമ്പോഴാണ് നമ്മൾ കണ്ടെയ്നറൈസേഷൻ എന്ന് പറയാം. പിന്നെ ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജൻസ്. ഓക്കെ, ക്ലിയർ ചെയ്യുന്നതിനും നമ്മളെ ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ട് ഇതിനൊക്കെ, അതിന്റെ ഒരുപാട് മേജർ ആയിട്ടുള്ള ആളുകളെ പറ്റി അവരുടെ ഫംഗ്ഷനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ വെയർ ഹൗസിംഗ് എന്താണ്, പിന്നെ ടൈപ്സ് ഓഫ് വെയർ ഹൗസിംഗ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യും അതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ ബ്ലോക്ക് 5 വരുന്നത് ഗവൺമെന്റ് ആൻഡ് ബിസിനസ്. ഓക്കെ, യൂണിറ്റ് 16 വരുന്നത് ഗവൺമെന്റ് ഇൻ ബിസിനസ്. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് 17 വരുന്നത് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ പബ്ലിക് എന്റർപ്രൈസസ്. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് 18 വരുന്നത് പബ്ലിക് യൂട്ടിലിറ്റീസ്. ഈ 3 മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് 5 അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുക. സോ ഇതിൽ യൂണിറ്റ് 16 വരുന്നത് ഗവൺമെന്റ് ഇൻ ബിസിനസ്, റീസൺ ഫോർ ഗവൺമെന്റ് കൺട്രോൾ ഓവർ പ്രൈവറ്റ് ബിസിനസ്. ഓക്കെ, സി ഓരോ രാജ്യത്തും എന്താണ് ഗവൺമെന്റിന്റെ ബിസിനസ്സിൽ ഇന്റർവെൻഷൻ ഡിഫറെന്റ് ആണ്. അതിന് മേജർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി, അവിടെ എൻ്റെ പ്രൈവറ്റ് കമ്പനീസിനാണ് അവിടെ കൂടുതലായിട്ടുള്ള റോൾ ഉള്ളത്. പക്ഷെ നിങ്ങൾ നേരെ ചൈനയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതലും എന്താണ് ഗവൺമെന്റ് കൺട്രോൾ ഉള്ള ബിസിനസ് ആണ്. സോ അവർക്ക് അവരുടേതായ ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് റീസൺസ് ഉണ്ടാവാം, അവരുടെ ഒരുപാട് ഫിലോസഫീസ് ഒക്കെ അതിനെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. സോ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് പ്രൈവറ്റ് ബിസിനസ്സിൽ ഇൻവോൾവ് ആവുന്നത്, അതിന്റെ മേജർ ആയിട്ട് കുറച്ച് റീസൺസിനെ പറ്റി നമ്മൾ ആ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾ, ഗവൺമെന്റ് യൂസ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അല്ലെ, ഇപ്പം ടാരിഫ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഗവൺമെന്റ് യൂസ് ചെയ്യും ബിസിനസ്സിൽ. സോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, ടാക്സുകൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. പിന്നെ വൈ ഡസ് ഗവൺമെന്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ബിസിനസ്, ഇതൊരു ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അത് മേജർ ആയിട്ട് എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഫെയർ കോമ്പറ്റീഷന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു എക്കണോമി അതിനെ ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട്, ചില സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ ഒന്ന് ടാക്കിൾ ചെയ്യാനും വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഫെയർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ. സോ അതിന്റെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്നതാണ് എന്ത് പബ്ലിക് എന്റർപ്രൈസസ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ
ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പബ്ലിക് എന്റർപ്രൈസിന് കൃത്യമായിട്ടുള്ള ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സോ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ്. ഓക്കെ, പെർഫോമൻസ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ്. പബ്ലിക് എന്റർപ്രൈസസിന്റെ പെർഫോമൻസ് ഏതൊക്കെ രീതിയിലാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ. പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് പബ്ലിക് എന്റർപ്രൈസസ്. ഓക്കെ, പബ്ലിക് എന്റർപ്രൈസിൽ വരുന്ന ഒരുപാട് കോൺട്രിബ്യൂഷൻസും പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ്. ഓക്കെ, പബ്ലിക് എന്റർപ്രൈസസിന്റെ ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനെപ്പറ്റി നമ്മൾ ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 17 വരുന്ന ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ പബ്ലിക് എന്റർപ്രൈസസ്. ഓക്കെ, പബ്ലിക് എന്റർപ്രൈസസിൽ വരുന്ന ഡിഫറെന്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, അതുപോലെയല്ല അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫോംസ് എന്തിലുണ്ട്, പബ്ലിക് എന്റർപ്രൈസസിലുണ്ട്. സോ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, പബ്ലിക് കോർപ്പറേഷൻ എങ്ങനെയാണ്, ഗവൺമെന്റ് കമ്പനി എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ കമ്പാരിസൺ ഓഫ് ദി ഇത് മൂന്നായിട്ട് മേജർ ആയിട്ടുള്ള 3 കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കമ്പയർ ചെയ്യും. അതിന്റെ ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ, അതിന്റെ ഒരുപാട് നെഗറ്റീവ് വശങ്ങൾ, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പോയിന്റിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് വരുന്ന യൂണിറ്റ് ആണ് പബ്ലിക് യൂട്ടിലിറ്റീസ്. പബ്ലിക് യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇലക്ട്രിസിറ്റി, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മേജർ ആയിട്ട് ഒരു പബ്ലിക്കിന് വേണ്ടുന്ന മേജർ ആയിട്ട് ഒരുപാട് യൂട്ടിലിറ്റീസ് ഉണ്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. സോ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു മേഖലയെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഡിസ്കസ് ചെയ്യും. ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക്, ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അത് വരും, പിന്നെ ഇലക്ട്രിസിറ്റി വരും. അങ്ങനെ മേജർ ആയിട്ട് ഒരു രാജ്യത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ട് കുറച്ച് യൂട്ടിലിറ്റീസ് ഉണ്ട്. സോ അതിനെ നമ്മൾ എന്ത് പറയാം, പബ്ലിക് യൂട്ടിലിറ്റീസ് എന്ന് പറയാം. അതിന്റെ ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ്, ഇതൊക്കെ ഗവൺമെന്റ് ആയിരിക്കും ഇതൊക്കെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. സോ അതിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ അതിന്റെ ഓർഗനൈസേഷൻ ഏതൊക്കെ രീതിയിലാണ്, അതിന്റെ മാനേജ്മെന്റ് ഏതൊക്കെ രീതിയിലാണ്, പിന്നെ അതുപോലെ തന്നെ പബ്ലിക് യൂട്ടിലിറ്റീസിന്റെ പ്രൈസിങ് പോളിസീസ് എന്തൊക്കെയാണ്. ഓരോ രാജ്യത്തും അതിന്റെ പബ്ലിക് യൂട്ടിലിറ്റീസിന്റെ ഒരു പ്രൈസിങ് പോളിസി ഡിഫറെന്റ് ആയിരിക്കും. സോ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും, വളരെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെപ്പറ്റി അനലൈസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സെയിൽസ് പോളിസി ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ്, ഒരുപാട് സെയിൽസ് പോളിസീസ് ഉണ്ടാവും. അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും, പബ്ലിക് യൂട്ടിലിറ്റീസിന്റെ ഒരുപാട് സെയിൽസ് പോളിസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പബ്ലിക് കൺട്രോൾ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്, പബ്ലിക്കിന്റെ കൺട്രോൾ ഏതൊക്കെ രീതിയിലാണ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ റെഗുലേഷൻ ഏതൊക്കെ രീതിയിലാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇതൊക്കെയാണ് മേജർ ആയിട്ട് വരുന്ന 18ഓളം യൂണിറ്റുകൾ. സോ ഇൻ ഷോർട്ട് നമ്മൾ ആ ബ്ലോക്ക് ഒന്ന് പറയാം. ബ്ലോക്ക് 1 നമ്മൾ പറഞ്ഞു ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ബ്ലോക്ക് 2 നമ്മൾ ഫൈനാൻസിങ് ഓഫ് ബിസിനസ്, അല്ലെ ബിസിനസിന്റെ ഒരുപാട് ഫൈനാൻഷ്യൽ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഏതൊക്കെ രീതിയിൽ സോഴ്സും അതിന്റെ ഒരുപാട് വിഷയങ്ങൾ. പിന്നെ ബ്ലോക്ക് 3 വരുന്ന മാർക്കറ്റിംഗ്, അല്ലെ അഡ്വർടൈസിംഗ്, പിന്നെ അതുപോലെ തന്നെ പബ്ലിസിറ്റി എന്താണ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. പിന്നെ ബ്ലോക്ക് 4 വരുന്നത് ബിസിനസ് സർവീസസ് ആണ്, അല്ലെ ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ബ്ലോക്ക് 5 വരുന്നത് ഗവൺമെന്റ് ആൻഡ് ബിസിനസ്. ഓക്കെ, ഇങ്ങനെയാണ് ഗവൺമെന്റ് എങ്ങനെയാണ് ബിസിനസ്സിൽ ഇൻവോൾവ് ആവുന്നത്, എന്തുകൊണ്ടാണ് ഇൻവോൾവ് ആവുന്നത്, ബിസിനസ് എത്രത്തോളം ലേബിൾ ആണ് ഗവൺമെന്റിലേക്ക്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ബ്ലോക്ക് 5 ഡിസ്കസ് ചെയ്യും. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോന്റെ ഒബ്ജക്റ്റീവ്. സോ ഐ തിങ്ക് എവറിത്തിങ് ലൈക്ക് എല്ലാം ക്ലിയർ ആണെന്നുള്ള ഒരു വിശ്വാസത്തിൽ, ലൈക്ക് താങ്ക്സ് എവരിവൺ.